ആരോഗ്യമന്ത്രി വീണ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? ഞാൻ നിലവിൽ MLA അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിലെ അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു. ഡയറക്ടറുമായിട്ടും ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു. അപ്പോൾ MLA വെന്റിലേറ്റഡ് ആണ്. അതോടൊപ്പം മറ്റു പരിശോധനകൾ കൂടി നടത്തുന്നുണ്ട്. അവിടെ മെഡിക്കൽ ബോർഡ് ചേർന്നിട്ട് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് എന്നോട് ഡയറക്ടർ അറിയിച്ചത്. അത് മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് അവിടെ മെഡിക്കൽ ബോർഡിൽ ഉണ്ടാവുക. അതുകൂടാതെ MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിലെ വിദഗ്ധ സംഘം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പോവുക. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം കൂടി ഇന്ന് അവിടെ എത്തും. MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി അസസ് ചെയ്യും. നിലവിൽ അവിടെ നൽകേണ്ടതായിട്ടുള്ള എല്ലാ ചികിത്സയും കൃത്യമായിട്ട് നൽകുന്നു എന്നുള്ളത് ആശുപത്രി ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും MLAയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ളൊരു ചികിത്സയും ശ്രദ്ധയും ആവശ്യം ആണ്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മിനിസ്റ്റർ ഡോക്ടർമാരോട് സംസാരിച്ചിരുന്നോ? ഞാൻ അവിടുത്തെ ടീമിലുള്ള ഡോക്ടർ ന്യൂറോ സർജനോട് സംസാരിച്ചു. ഡയറക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് അവർ ബ്രീഫ് ചെയ്യുന്നത്? എന്താണ് മിനിസ്റ്റർ? ഹോസ്പിറ്റൽ ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം ഇറക്കും. അപ്പോൾ നിലവിൽ MLA വെന്റിലേറ്റഡ് ആണ്. മറ്റ് കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞെങ്കിലും മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ പുറത്തു വരുന്നതാണ് ശരി എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ MLA റിക്കവർ ചെയ്യാൻ തുടങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷെ MLAയുടെ മറ്റ് നിലവിലെ ഇഞ്ചുറി കൊണ്ടുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ അതിന്റെ എത്രത്തോളം ഗൗരവമാണ് എന്നുള്ളതൊക്കെ അവർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുക. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. വിദഗ്ധ സംഘം ഉടൻ എത്തുമെന്നാണ് മിനിസ്റ്റർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇപ്പോൾ ഉമാ തോമസിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. അതുവഴി കൂടുതൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിശദീകരണങ്ങൾ ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെയും എറണാകുളം മെഡിക്കൽ കോളേജിലെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിയ ഒരു ചികിത്സാ സംഘത്തെ തന്നെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അവർ ഉടൻ തന്നെ റെനെ മെഡിസിറ്റിയിൽ എത്തും. ഇപ്പോൾ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നിരീക്ഷണത്തിൽ തുടരേണ്ടതുണ്ട്. അപ്പോഴായിരിക്കും ഈ റിക്കവർ ചെയ്ത് വരുന്നത് സംബന്ധിച്ച സിംറ്റംസ് അങ്ങനെയായിരിക്കും കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.